അപ്പൊ ഞാനിങ്ങനെ ഒരു ചെപ്പിൽ കുറേശ്ശെ പൈസ ഇടാൻ തുടങ്ങി. 10 രൂപയും 20 രൂപയൊക്കെ ജോലി കഴിഞ്ഞ് വരുമ്പോഴൊക്കെ അതിൽ ഇട്ട് വെക്കും. എല്ലാ ദിവസവും പ്രാർത്ഥിക്കും, കർത്താവ് നീ വെളിപ്പെടുത്തി തരണമേ, എന്നിലൂടെ ഒരു കൊച്ചിന് ഒരു ഡ്രസ്സ് വാങ്ങിച്ചെടുക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ആ വ്യക്തിക്ക് ഒന്ന് കാണിച്ചു തരണേ. ഇതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. മെയ് മാസം 1-ാം തീയതി തലേദിവസം, ഏപ്രിൽ 31-ാം തീയതി ഒരു ഏകദേശം സന്ധ്യാസമയത്ത് ഒരു 5 മണി സമയത്ത് ദേവാലയത്തിലേക്ക് പോയിട്ട് ഒരു കൊന്ത ചെല്ലാൻ വേണ്ടി സമയം കിട്ടുമ്പോഴൊക്കെ ഈ ഷോപ്പ് വർക്ക് നടക്കുന്നത് ദേവാലയം തൊട്ടാ. കുറച്ച് ഫ്രീ ആണെങ്കിൽ പോയിട്ടൊരു ഇടയ്ക്ക് പോയിട്ടൊരു കൊന്ത ചെല്ലുന്നൊരു സ്വഭാവമൊക്കെ ഉണ്ട്. അങ്ങനെ അതിനുള്ളിൽ പ്രേരണ കിട്ടാറുണ്ട്. അങ്ങനെ ഇടവ ദേവാലയത്തിലേക്ക് ഒരു കൊന്ത ചെല്ലാൻ വേണ്ടി ജപമാല എടുത്ത് അങ്ങനെ പള്ളിയിൽ ഏകദേശം പടിയിലെത്താറായപ്പോൾ മുണ്ടും ചട്ടയും എടുത്തിട്ട് ഒരു വല്യമ്മ, അങ്ങനെ കുറച്ച് വളഞ്ഞൊരു വല്യമ്മ വരുന്നുണ്ട്. വല്യമ്മ ആണെങ്കിൽ ഈ കൂടുതൽ കൊച്ചുണ്ട്, കൊച്ചിനെ ആശ്വസിപ്പിച്ച് കൊണ്ടുവരിക. കൊച്ചാണെങ്കിൽ കരയുന്നുണ്ട്. അപ്പൊ ഞാൻ അറിയുന്നതാ. എന്ത് വല്യമ്മ കരയണ വിളിന്ന് ചോദിച്ചു. അതൊന്നും പറയണ്ട ബ്രദറെ, നാളെ ഇവിടെ അധികമാനം സ്വീകരണ. അപ്പോൾ ഉടുപ്പ് തരാമെന്നൊരു വീട്ടുകാർ പറഞ്ഞിരുന്നു. വലിയ പൈസക്കാരാ. പല പ്രാവശ്യം വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ആളില്ല, കൊച്ചമ്മയില്ല, ആളില്ല, ഇവിടെ ഇല്ല എന്ന് പല പ്രാവശ്യം തിരിച്ചു പോരായിരുന്നു. ഇന്ന് ചെന്നപ്പോൾ അവര് ഉടുപ്പ് എടുത്ത് തന്നു. ഉടുപ്പ് നോക്കിയപ്പോൾ അവിടുത്തെ ഒരു കൊച്ചിന്റെ 10 കൊല്ലങ്ങൾക്ക് മുമ്പ്, ഏകദേശം 10 കൊല്ലങ്ങൾക്ക് മുമ്പ് ആദ്യകുർബാന സ്വീകരണം കഴിഞ്ഞ ഒരു ഉടുപ്പാണ്. ഒത്തിരി വലിപ്പമുള്ളൊരു ഉടുപ്പാണ്. ഈ കൊച്ചാണെങ്കിൽ വളരെ വണ്ണം കുറഞ്ഞൊരു കൊച്ചാ. ഉടുപ്പ് അങ്ങനെ ഇരുന്ന് പഴുതായിട്ട് അതിന്റെ വൈറ്റ് എന്നുള്ള കളറൊക്കെ മാറി ഒരു യെല്ലോ ഷെയ്ഡ് കയറിയിട്ടുണ്ട്. കൊച്ചിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ ഈ വല്യമാരൊരു ടൈലറിങ് കൂടിയായിരുന്നു. വല്യം പറയാണ്, ഞാൻ നിനക്ക് വീട്ടിൽ ചെന്നിട്ട് ഇത് തുന്നി, സൂചി കൊണ്ട് തുന്നി നിന്റെ അളവിലാക്കി തരാം, നീ കരയാതിരിക്കുകയും. കരയേണ്ടതിനൊന്നല്ല. ഇവൾക്കൊരു ചെരുപ്പില്ലേ, ഇവൾക്ക് സ്കൂളിലേക്ക് പോകുന്ന ഒരു കറുപ്പ ചെരുപ്പുണ്ട്. അത് പൊട്ടിയിട്ട് കൊലന്റെ അവിടെ തുന്നിയിട്ട് നൂല് കാണാൻ മാറ്റും. അപ്പൊ ഈ വല്യമ്മ ഒരു കൺമഷി കൂടി വാങ്ങിച്ചിട്ടുണ്ട്. മോളെ, ഇത് കൺമഷി കൂടെ കൊണ്ട് ഇത് പെയിന്റ് അടിച്ചത് ക്ലിയർ ആക്കി തരാം, നീ കരയാതിരിക്കുക. അങ്ങനെ ഒരു 8 രൂപയൊരു മുത്തുമാരി വാങ്ങിച്ചിട്ടുണ്ട്. 450 രൂപ വെള്ള കമ്പലും വാങ്ങിച്ചിട്ടുണ്ട്. ഒരു 6 വളയും വെള്ളവളം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ കൊച്ചിങ്ങനെ കരഞ്ഞു വന്നുകൊണ്ടിരിക്കുക. വിഷയങ്ങളൊക്കെ ഞാൻ ആ പള്ളി നടയിലെത്തി കേട്ട് പറഞ്ഞു, വലിയ സങ്കടപ്പെടാതിരിക്കുക, നമുക്കൊരു ഉടുപ്പ് വാങ്ങിക്കാം. അതൊന്നും വേണ്ട, ഉടുപ്പൊന്നും വേണ്ട, ഞാനത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് വാ ഒരു ഉടുപ്പ് വാങ്ങി. വരുമ്പോൾ 2 മിനിറ്റ് ഇവിടെ നിന്നേ. ഞാനങ്ങനെ ചെന്ന് ഈ പൈസക്ക് എടുത്ത് തൊട്ടപ്പുറത്ത് ഒരു 500 കടം വാങ്ങിച്ച് ഒരു ഓട്ടോയും വിളിച്ച് നേരെ തന്നെ തൃശ്ശൂർ ഭാവന എന്ന സ്ഥലത്തേക്ക് പോയി. ഉടുപ്പ് വെക്കുന്ന സ്ഥലത്ത് ആദ്യ സ്കീനത്തിന്റെ അവിടെ ചെന്നിട്ട് പറഞ്ഞു, കൊച്ചു നല്ലൊരു ഉടുപ്പ് കൊടുക്കാൻ പറഞ്ഞു. നല്ലൊരു ഉടുപ്പും ഒരു 10-16 വെള്ളമളയും നല്ല ക്രൗണും നല്ല കമ്മലും ഒരു കല്ലുമാലയും നല്ല സോക്സും ഷൂവും എല്ലാം സെറ്റും വാങ്ങിച്ച് ഓട്ടോയിൽ തന്നെ വേറെ ഓട്ടോയിലേക്ക് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു കാഴ്ച കണ്ടു. ഈ വല്യമ്മയുടെ കയ്യില് ഒരു ചെറിയൊരു കവറില് 2 മുരിങ്ങക്കോലുണ്ട്. പറയില്ലേ, ഒരു 150 കുമ്പളങ്ങയും 100 മത്തങ്ങയും എന്നാൽ വെണ്ടക്കായും ഉണ്ട് കയ്യില്. നാളെ സദ്യക്കുള്ളതാ ബ്രദറെ. കുറച്ച് പപ്പടം ഉണ്ട് കയ്യില്. കാരണം റേഷൻ്റെ അരി വാങ്ങിച്ച് കഴുകി അതിന്റെ മണക്കളഞ്ഞ് ഉണക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം ബന്ധക്കാരൊക്കെ നാളെ വരെ അത് ഭക്ഷണം കൊടുക്കണമല്ലോ. ബ്രദറൊന്ന് പ്രാർത്ഥിക്കാവോ എൻ്റെ മോന് വേണ്ടിയിട്ട്? എൻ്റെ മോൻ്റെ പേര് ജോയിന്ന. എപ്പോഴും മദ്യപാനം, എപ്പോഴും കുടിക്കവൻ. കുടിച്ചു വന്നു കഴിഞ്ഞാല് അവൻ ഒത്തിരി ബഹളം ഉണ്ടാക്കും, എല്ലാം തല്ലിപ്പൊളിക്കും, ഞങ്ങൾ ഉപദ്രവിക്കും. വെച്ച ചോറൊക്കെ പലപ്പോഴും അവൻ എടുത്ത് തുടിക്കെറിയും. അവൻ ഉണ്ടതിന് ശേഷം പലപ്പോഴും ഞങ്ങളെ പുറത്തിട്ട് വാതിലടയ്ക്കും. ഭയങ്കര പ്രശ്നക്കാരനാ. ഉടുത്തുണിക്ക് മറുതുണിയില്ലാതെ വിശന്ന് ഭയരൊക്കെ ഒട്ടി എല്ലും കോലായി ആ പരുവത്തിലായിരിക്കുന്ന എൻ്റെ ഒരിക്കലും ഞാൻ അഭിസംബോധന അങ്ങനെ ചെയ്യില്ല, എൻ്റെ മകള് തന്നെ പറയുള്ളൂ, മരുമകള്. ഒത്തിരി നല്ല വീട്ടിൽ നിന്ന് വന്നതാ, ഒത്തിരി കഷ്ടപ്പാടില്ലത്, പരാതിയില്ല, അതിന് പരിഭവങ്ങളില്ല മകൾക്ക്. അങ്ങനെ അവസാനം ഗതികെട്ടത് വാർക്കപ്പണിക്ക് പോയതാ. തൃശ്ശൂർ മെഡിക്കൽ കോളേജിന്റെ അടുത്ത് ഒരു ഷോപ്പിന്റെ വർക്ക് നടക്കുന്ന സമയത്ത് 2ാം നിലയിലെ വാർപ്പിന് വേണ്ടിയിട്ട് 1ാം നില 2ാം നില വാർപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ കഴിയപ്പോ ഈ മെറ്റലും സിമെന്റ് കൂട്ടി താഴ്ത്തുനിന്ന് ഈ ചട്ടി എറിഞ്ഞു കൊടുക്കും. ആ കൈമാറി എറിഞ്ഞ് അങ്ങനെ എറിഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഇതൊരു
ഒരു പലകയായിട്ടിട്ട് 4 മുളക്കാല് കുത്തി ഒരു പലകയിൽ നിന്നിരുന്ന് ഈ ചട്ടി എറിയുന്ന സമയത്ത് പെട്ടെന്ന് ഈ പലക നട്ട് ഒടിഞ്ഞ് താഴേക്ക് വീണിട്ട് നട്ടലൊടിഞ്ഞ് എല്ല് പുറത്തേക്ക് വന്നു. ഇതിനങ്ങനെ തന്നെ ചോരോടെ വാരി എടുത്തിട്ട് മെഡിക്കൽ കോളേജിൽ ഒരു ഓപ്പറേഷൻ ചെയ്തു. അത് പറഞ്ഞിരിക്കുകയാണ്, ഇത് 6 മാസത്തേക്ക് നിവർന്ന് കിടക്കണമെന്ന്. അവന് കുടിയിലൊരു കുറവുമില്ല, എപ്പോഴും കുടിച്ചവൻ തിന്നുകൊണ്ടിരിക്കുക. എൻ്റെ മോനൊന്നും വേണ്ടി പ്രാർത്ഥിക്കാവോ ബ്രദറെ? വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ നോക്കിയപ്പോൾ കട്ടിലില്ല, വീട്ടില് ഒരു ബെഞ്ച് മാത്രമേ ഉള്ളൂ. നിവർന്ന് കിടക്കാൻ പറഞ്ഞിരിക്കുക. തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു ബെഞ്ച് വാങ്ങിച്ചുകൊണ്ടെന്ന് ഇട്ട് കഴിഞ്ഞപ്പോൾ ബെഞ്ച് ഉയരം കുറവാ. ഒരു കട്ട കയറ്റി വെച്ച് ബെഞ്ച് ഒരുമിച്ച് ഒരു ഹൈറ്റാക്കി കയറ് കൊണ്ട് വരിഞ്ഞ് കെട്ടി അതുപോലെ പുല്ലുപ്പായിട്ട് അതുമ്പോൾ നിവർന്ന് കിടക്കിയ സഹോദരി. ഈശോയ്ക്ക് പോലും കിടക്കാനായിട്ട് നല്ലൊരു മരണക്കെട്ടിലുണ്ടായിരുന്നില്ലേ? നല്ല മരണക്കെട്ടുണ്ടായിരുന്നു. അവന് കിടക്കാൻ ഒരു കട്ടില്ലാത്ത അവസ്ഥ. ആ ഒരു പെങ്കൊച്ചുള്ളൂ. എന്റെ ആദ്യ കുർബാന സ്വീകരണം അവനോട് 2-3 മാസം പറഞ്ഞു തുടങ്ങിയതാ. അവൻ വന്നിട്ടില്ല. അവൻ ആകെ പ്രശ്നക്കാരനാ. 3 ചില ദിവസങ്ങൾക്ക് വരൂല്ല അവൻ. ഈ അമ്മയുടെ സങ്കടം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു സ്ഥലത്തെത്തി. ഞാനിങ്ങനെ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തൊട്ടപ്പുറത്ത് പലചരക്ക് പീടികയിൽ പോയതിൽ ഒരു പാലക്കാട്ടും വടിമട്ടയും കുറച്ച് പഞ്ചസാരയും ചായയിലും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് മസാലക്കൂട്ട് സാധനങ്ങളൊക്കെ വാങ്ങിയതിനു ശേഷം ഒരു 500 രൂപ എടുത്തിട്ട് ഈ അമ്മയെടുത്ത് പറഞ്ഞു, നാളെ ഒരു കോഴിക്ക വാങ്ങിച്ച് ആഘോഷിക്കാൻ പറഞ്ഞു. റേഷനറി ഒന്നും വെക്കണ്ട. ഈ പൈസ കൊടുത്തു കഴിഞ്ഞിട്ട് സമയത്ത് ഔസപിതാവിന്റെ ഒരു ഗ്രോട്ടയുണ്ട്. ആ ഗ്രോട്ടത്തിന് മുന്നിൽ നിൽക്കുന്ന സമയത്ത് മനസ്സിന്റെ ഉള്ളിൽ ഒരു പ്രേരണ തന്നു. നീ ആത്മീയമായിട്ടെല്ലാം കൊടുത്തു, അല്ല ഭൗതികമായിട്ടെല്ലാം കൊടുത്തു. നീ ആത്മീയമായിട്ടൊരു ചെറിയ അറിവ് കൊടുത്ത് കൊച്ചിനെ വിടാനായിട്ട് മനസ്സിൽ പ്രേരണ കിട്ടാണ്. മോളെ, നീ ഒരു കാര്യം ചെയ്യണം. നാളെ നീ ആദ്യമായിട്ട് ഈശോയെ സ്വീകരിക്കാൻ പോകുന്നതാ. അതുകൊണ്ട് നീ ഒരു കാര്യം പറയണം. ഈശോയെ സ്വീകരിച്ചു കഴിയുമ്പോൾ എനിക്ക് വേണ്ടി, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉദ്ധിതനായി ജീവിക്കുന്ന ഈശോയാണ് സ്വീകരിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് നീ ഈശോയുടെ മുന്നിൽ എന്ത് ചോദിച്ചോ ഈശോ നിനക്ക് തരുമത്. എനിക്ക് വേണ്ടി, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉദ്ധിതനായി ജീവിക്കുന്ന ഈശോയെ ഞാൻ സ്വീകരിക്കുന്നത് പറഞ്ഞുകൊണ്ട് എന്ത് ചോദിച്ചോ അതിന് സ്വർണ്ണം തന്നിരിക്കും. എന്നാലും പേപ്പറിൽ ഒരു പേനയും വാങ്ങിച്ചത് എഴുതി കൊടുത്ത് വിട്ടു. മോളിത് പഠിക്കണം. മക്കളെ, ഞാൻ ഓർക്കുന്നുണ്ട്, ഇവരെ പറഞ്ഞു വിട്ടതിന് ശേഷം ഈ കഥകളൊക്കെ ഒന്ന് വീട്ടിൽ പറഞ്ഞു. അപ്പൊ അന്ന് എനിക്ക് ഒരു കാറുണ്ട്, ഒരു ഓൾട്ട കാറുണ്ട്. ഇതൊക്കെ രാവിലെ ഇത് പെട്ടെന്നൊരു ഭയങ്കര പ്രചോദന. ഈ കൊച്ചിനൊന്ന് കാറ് പോയി കൊണ്ടുവന്നാലോ, ഇവൻ വന്നിട്ടുണ്ടാവോ, ഇവന്റെ പപ്പ വന്നിട്ടുണ്ടാവും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ളത്. അങ്ങനെ പെട്ടെന്ന് റെഡിയായ കാറ് എടുത്തങ്ങനെ ചെല്ലുമ്പോൾ അവർ നടന്നു വന്നുകൊണ്ടിരിക്കുക. ഓട്ടോ ഒന്നും കിട്ടാതെ നടന്നു വന്നുകൊണ്ടിരിക്കുക. ഈ വിളഞ്ഞ അമ്മാമയുണ്ട്, അമ്മയില്ല, അപ്പത്തെ ദിവസം വന്നിട്ടില്ല. 1-2 ബന്ധക്കാരോട് ബന്ധകൊണ്ടിരിക്കുക. അങ്ങനെ വേഗം ചെന്ന് കാറ് തിരിച്ച് ഈ പെങ്കൊച്ചിനെ കാറിന്റെ ഫ്രണ്ട് സീറ്റിൽ ഇരുത്തി പകലിലേക്ക് കാറിലൊക്കെ കയറ്റി ആ കാറ് കൊണ്ടുവന്ന് പള്ളിയിലെ മുറ്റത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തി കഴിഞ്ഞപ്പോൾ വലിയ വലിയ കാറുകളിലും വലിയ വലിയ ആഡംബര കാറുകളിലൊക്കെ ഒത്തിരി വന്ന് കൊച്ചുങ്ങളെ കൊണ്ട് നിറക്കുക. 34 കുട്ടികൾ ആദികുവാനസ് നടന്നു കൊടുക്കുന്ന സ്ഥലം. മക്കളെ, ഈ കാറിൽ നിന്ന് കൊച്ചു ഇറങ്ങിയിട്ട് ഈ കുഞ്ഞു മിഴികളൊക്കെ ഇങ്ങനെ നിറഞ്ഞു തുളുമ്പി നിൽക്കുക സന്തോഷം കൊണ്ട്. ഞാൻ താങ്ക്സ് പറയാൻ പോലും കൊച്ചു തൊണ്ട ഇടറിയിട്ട് സൗണ്ട് ഇല്ല. അങ്ങനെ ടാറ്റ പറഞ്ഞുകൊണ്ട് ഈ കൊച്ചങ്ങനെ ദേവാലയത്തിൽ കയറി പോവുകയാണ്. ദൈവമക്കളെ, ഞാൻ ഓർക്കുന്നുണ്ട്, 33 കുട്ടികളുടെയും പുറകില് സ്വന്തം അപ്പനും അമ്മയും വെള്ള സാരിയും വെള്ള ചുരിദാറും വെള്ള മുണ്ടുമെടുത്ത് ടിപ്പ് ടോപ്പിൽ നിൽക്കുമ്പോ 34ാമത്തെ കൊച്ചിന്റെ പുറകെ നിൽക്കാനായിട്ട് ആരുമില്ല. വളഞ്ഞു കൂട്ടിയ ഒരു അമ്മാമ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടുത്തെ അച്ഛൻ പറഞ്ഞു, ഹെഡ്മാസ്റ്റർ ടീച്ചറെ, അമ്മയ്ക്ക് വയ്യാത്തതാ, തൊട്ട് നിന്നോട്ടെ. നിങ്ങൾ ടീച്ചറും അമ്മയും വന്നിട്ട്, ടീച്ചറും ഹെഡ്മാസ്റ്ററും വന്നിട്ട് പുറകിൽ നിൽക്കാൻ പറഞ്ഞു. ഈ കൊച്ചിന്റെ പുറകില് അവർ മാത്രം കളർ സാരി ഉടുത്തിട്ടും വേറെ ഡ്രസ്സ് വിട്ടിട്ട് അവർ പുറകിൽ നിൽക്കുക. വിശുദ്ധാർപ്പണം, ബലിയർപ്പണം കഴിഞ്ഞിട്ട് ഈശോ തിരുശരീര രക്തം മുറിച്ച് കഴിഞ്ഞതിന് ശേഷം തിരക്കത്തിൽ മുക്കിക്കൊണ്ട് ഈശോയെ വെച്ച് കഴിഞ്ഞപ്പോൾ ഈ കൊച്ചു പറഞ്ഞു, എനിക്ക് വേണ്ടി, പാപങ്ങൾക്ക് വേണ്ടി മരിച്ചതിനായി ജീവിക്കുന്ന ഈശോയില്ലേ നീ? ആ ബ്രദർ പറഞ്ഞിട്ടുണ്ട്, നീ ചോദിച്ചു തരുമെന്ന്. എനിക്കൊരു കാര്യം സാധിപ്പിച്ചു തരണമെന്ന് പറഞ്ഞിട്ട് ഈ കൊച്ചിന്റെ കണ്ണിൽ നിന്നും കണ്ണീർ തുള്ളികൾ ഇങ്ങനെ അടർന്ന് വീഴുകയാണ്.
ഈശോ പറഞ്ഞില്ലേ, നിന്റെ കണ്ണുനീർ തുള്ളി എന്റെ കുപ്പിയില് ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. കർത്താവ് അത് സ്വർഗം വിട്ടിറങ്ങി വന്നുകൊണ്ട് കുഞ്ഞിന്റെ കണ്ണുനീർക്കുള്ളില് കുപ്പിയിൽ ശേഖരിക്കാൻ വന്നു എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യപാന സ്വീകരണങ്ങളെല്ലാം കഴിഞ്ഞു. പിറ്റേ ദിവസം ഞാൻ ഒന്ന് മനസ്സിലൊരു പ്രേരണ, വീട് വരുന്ന പോയാലോ. പൂവിലെടുത്ത് ഞാൻ അങ്ങ് ചെല്ലുമ്പോൾ ഒരു ഓടിട്ട പെരയാ, നന്നായി ഊന്ന് കയറണം അവൻ്റെ ഉള്ളിലേക്ക്, ഒരു ചാഞ്ഞൊരു പെര. ഞാൻ അവിടെ ചെല്ലുമ്പോൾ പണ്ടത്തെ തിണ്ണയെ പിടിയും ഒരു സാധാരണ ഒരു വെള്ളപെരയിലും ഒരു ലുങ്കിയും എടുത്ത് ഒരാളിങ്ങനെ ചാരിയിരിക്കുന്നുണ്ട് ചുമരുമേ. ഈ ആടിയിൽ കയ്യും വെച്ചുകൊണ്ട് ഇങ്ങനെ പുറത്തേക്ക് നോക്കി ഇരിക്കുന്നുണ്ട്. ബൈക്ക് കൊണ്ട് നിർത്തി ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ബ്രദറെ എന്ന് വിളിച്ചിട്ട് ആൾക്കറിയാമെന്നെ. ശരിക്കും എനിക്കറിയണ്ടായിരുന്നില്ല ആൾക്ക് എന്നെ അറിയാമെന്ന്. ബ്രദറെ എന്ന് വിളിച്ചിട്ട് ആളെ ചവിട്ടുംപടി ഇറങ്ങി വരുമ്പോ കരഞ്ഞിട്ടാ വരുന്നത്. ബ്രദറെ, എൻ്റെ മകളുടെ ആദ്യ കുർബാന സ്വീകരണത്തിന് എനിക്ക് വരാൻ പറ്റിയില്ല. എൻ്റെ മകളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് 2 ദിവസങ്ങളായി എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ബ്രദറെ എന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യൻ ഒറ്റ കരച്ചിലാ. ഞാൻ ആ മനുഷ്യനെ കെട്ടിപ്പിടിച്ചു. സാരില്ല ജോയേട്ടാ, പോട്ടെ, സാരില്ല. 2 ദിവസങ്ങളായിട്ട് ഇപ്പൊ ഞാൻ മദ്യം തൊട്ടിട്ടില്ല ബ്രദറെ, ഞാൻ ഇനി കുടിക്കില്ല എന്നൊക്കെ ആൾ പറഞ്ഞ് തേങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുക. ആ മുറ്റത്ത് ഞാൻ നോക്കുന്നുണ്ട്, ആ മുറ്റത്ത് ആ മനുഷ്യൻ ഇങ്ങനെ ഒരപ്പൻ കരഞ്ഞുകൊണ്ടിരിക്കുക, തോളത്ത് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുക. ആളുടെ അണപ്പെട്ടി ഒഴുകുന്ന ആളുടെ സങ്കടം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ആൾക്ക്. അതെല്ലാം പോട്ടെ, തന്നെ കണ്ണീരൊക്കെ തുടച്ചു കഴിഞ്ഞ് വാ അകത്തേക്ക് വാ. ഞാനത് പെട്ടെന്ന് അത് മറന്നു, വെറുതെ വാന്ന് പറഞ്ഞു ഉള്ളിൽ കയറിയപ്പോൾ ഒരു തലയണി ചുമരുമേ ചാരി വെച്ചിട്ട് ഈ തണ്ടലൊടിഞ്ഞിട്ടുള്ള അമ്മ പതുക്കെ ചാരി ഇരുന്ന് തുടങ്ങി. ബ്രദർ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നോ ചോദിച്ചിട്ട് അടുക്കളയിൽ നിന്നും കയറിങ്ങനെ വന്ന് കൂനായി അമ്മമ്മ വന്നിട്ട് ഈ തോളിൽ കിടക്കുന്ന ഒരു തോർത്ത് കൊണ്ടെടുത്തിട്ട് ഒരു മുണ്ടും പെട്ടിയും 4 തൊടയാ. ബ്രദർ ഇവിടെ ഇരിക്കി, കസാരൊന്നും കേട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്ന് കുറച്ചു നേരം സംസാരിക്കാൻ തുടങ്ങി. കഴിഞ്ഞപ്പോഴാണ് സംസാരിച്ചു. ഈ മനുഷ്യൻ തേങ്ങ കരയ. ചോദിച്ചേട്ടാ, ഇനി നീ ജീവിതത്തിൽ കുടിക്കില്ല എന്നൊരു തീരുമാനം എടുക്കുക. ഇല്ല ബ്രദർ, ഞാൻ കുടിക്കില്ല, ഒരിക്കലും കുടിക്കില്ല. എനിക്കൊന്ന് കുമ്പസാരിക്കണം എന്നായ ഒരെണ്ണ മനുഷ്യൻ. നമുക്കില്ല, ഞാനങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മെഴുതിരി നാളം ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് പണ്ട് കാലം നമ്മൾ ചോക്കിട്ട് വെച്ച ഒരു ചെപ്പുണ്ട്, ഒരു പെട്ടിയുണ്ട്. അതില് ഏതൊക്കെയോ സിംസേരിയിലെ പൈസക്കാരന്റെ മെഴുതിരി കത്തിയിട്ട് കെട്ട മെഴുതിരികള് ഈ കൊച്ചു പറക്കി കൊണ്ടുവന്ന് ഉടൻ പ്രാർത്ഥന കത്തിക്കുന്ന പതിവാ. വളഞ്ഞതും പിരിഞ്ഞതുമായ മെഴുതിരിയിൽ നിന്ന് ഒരു മെഴുതിരി എടുത്തിട്ട് തിരികൊടുത്ത് ഈശോയുടെ തിരുവനന്തപുരത്തിന് മുന്നിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിനെ കണ്ണടച്ച് പിതാവായ ദൈവത്തിന്റെ ആധിപത്യവും പുത്രനായ യേശുവിന്റെ അധികാരത്തിലും പരിശുദ്ധാത്മ ദൈവത്തിന്റെ നിയന്ത്രണത്തിലും പരിശുദ്ധയുടെ മധ്യസ്ഥയിലും ഇടമധ്യസ്ഥരോട് ചേർന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഹൃദയത്തിന്റെ ഉള്ളില് പെട്ടെന്നൊരു പ്രേരണ തന്നു. 4 വരി പാട്ട് പാടാനായിട്ട് ശക്തമായ പ്രേരണ. ഞാൻ ആ പ്രാർത്ഥന അങ്ങനെ നിർത്തിയിട്ട് ഇങ്ങനെ പാടി: സ്വർഗത്തിൽ വാഴും നാഥൻ അപ്പത്തിൻ രൂപത്തിൽ വന്നു, പാപാന്ധകാരം നീക്കാൻ സ്വർഗം തുറന്നു വന്നു. ആരാധന 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 ഈശോ ആരാധന. ഇത് പാടാൻ തുടങ്ങിയപ്പോൾ പുറകിൽ നിന്നുകൊണ്ട് ഈ മനുഷ്യനിങ്ങനെ തേങ്ങി കരയാൻ തുടങ്ങി. നമുക്ക് കേൾക്കാം കരച്ചില്. രണ്ടാമത്തെ ചാൻസലും പാടി: നാഥാ നിന്നെ ഞാൻ സ്പർശിച്ച നേരം കാതുകൾ 2 തുറന്നു, കണ്ണുകൾ കാണാൻ കൊതിച്ചു, ദിവ്യപ്രകാശം ജ്വലിച്ചു. ഈ കൊച്ചിന്റെ ജീവിതത്തിന്റെ അനുഭവമാണ് അവരിൽ പാടിയത്. ഈശ്വരനെ കിട്ടിയപ്പോൾ തൊട്ടപ്പോൾ അവൾ കാണണം, സ്വന്തം ചങ്കിനെ പോലെ സ്നേഹിക്കുന്ന പപ്പയൊന്ന് കാണണമെന്ന് മനസ്സാഗ്രഹിച്ചു. കൊച്ചിങ്ങനെ ആഗ്രഹിച്ചതൊക്കെ എന്റെ പപ്പ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ അത് മനസ്സിൽ മമ്മിയാണിട്ടില്ല. ആ കാതുകളൊക്കെ ഈശോയുടെ കാതുകൾ തുറന്നു, ഹൃദയം ജ്വലിച്ചു. ഈ കൊച്ചിന് ദിവ്യപ്രകാശം കണ്ടു. എന്നിട്ട് കൊച്ചു ചോദിച്ചു: എന്റെ ഈശോയെ, എനിക്ക് വേണ്ടി എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചൊത്തുനാ ജീവിക്കുന്ന ഈശോയില്ലേ നീ, എന്റെ പപ്പയെ കൂടി ഒന്ന് മാറ്റി തരാമോ?
ഒറ്റ കാര്യം ചോദിച്ചോ, എന്റെ പപ്പേനെ കുടിയൊന്നും മാറ്റി തരാവോ? ഒരു കാര്യം വേറെ കൊച്ചിനെ ചോദിക്കാൻ അനുവദിച്ചില്ല. തോന്നിയില്ലേ കൊച്ചിന്? അത് പറയുമ്പോഴാണ് കൊച്ചിന്റെ കണ്ണിങ്ങനെ ഒഴുകിയിരുന്നത്. ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ പാടി അവസാനിക്കും, ആരാധന പാടുന്ന സമയത്തിന് ഞാൻ പുറകെ നിന്ന് ഞാൻ ഇതിനെ പേടിച്ചു പോയി വരും നിലവിളി കേട്ടു, എനിക്കൊന്ന് കുമ്പസാരിക്കണം ബ്രദറെ, എനിക്കൊന്ന് കുമ്പസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ അപ്പന്റെ നിലവിളി. ഒരു 12-കാരി കൊച്ച് ആദ്യ ഈശോയെ സ്വീകരിക്കുമ്പോൾ സ്വർഗം കുലുങ്ങുന്ന അദ്ദേഹത്തിൽ അവള്, കർത്താവിന്റെ ചങ്ക് പൊടിയാന്ന അദ്ദേഹത്തിൽ അവള് കരഞ്ഞി പ്രാർത്ഥിച്ചു, എന്റെ പപ്പേനെ കുടിയെന്ന് മാറ്റാവോ എന്ന്. ചങ്ക് പൊട്ടി പ്രാർത്ഥിച്ച കർത്താവ് ചങ്ക് തരുന്നവനാ, പൂജ തരുന്നവന കർത്താവ്. അന്ന് അവന് തൊട്ടു. ആ മനുഷ്യന് കുമ്പസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കുമ്പസാരം കൊണ്ട് അവളെ വീട്ടില് സ്വന്തം അമ്മയുടെ കാല് പിടിച്ചുകൊണ്ട് ഈ മനുഷ്യൻ നിലവിളിക്ക, അമ്മേനെ ഞാൻ ഒത്തിരി നൊന്ത് പ്രസവിച്ച അമ്മേനെ ഞാൻ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കരയാണ്. സ്വന്തം ഭാര്യയെ കാല് പിടിച്ചുകൊണ്ട് കരയാണ്. മതി ജോയേട്ടാ, അങ്ങനെ പറയല്ലേ എന്ന് പറയുമ്പോ, നിന്നെ തല്ലിയതും നിന്നെ പുറത്ത് അടിച്ചതും പുറത്തിട്ട് വാതിലടച്ചതും കൊച്ചിന്റെ കാല് പിടിച്ച മനുഷ്യൻ പറയാണ്, എന്തിന് ഉടുപ്പ് വലിച്ച് കീറിയതും ചോറിന്റെ ശേഷം കീറപ്പായൽ പോലും ഛർദിച്ചിട്ടതും ഇടിവെട്ട് മഴ പെയ്യുമ്പോൾ പുറത്തേക്ക് വാലടച്ചതും എല്ലാം ഈ മനുഷ്യൻ അവിടുന്ന് വാവിട്ട് കരഞ്ഞു വരണിക്കുക. ആ മനുഷ്യൻ ഞാൻ പറഞ്ഞു, മതി ജോയേട്ടാ മതി. ആ ബൈക്കുമ്മ കയറ്റി ഞാൻ കൊണ്ടുവന്ന് മിഷൻ ഹോസ്പിറ്റലിലെ മാത്യുച്ചന്റെ അവിടെ കൊണ്ട് ഈ മനുഷ്യനൊരു അരമണിക്കൂറുള്ള കുമ്പസാരം നടത്തി. ജീവിതത്തിൽ ഇന്ന് വരെ നടത്താതൊരു കുമ്പസാരം. മക്കളെ, ഇന്ന് മനുഷ്യൻ ഒരു നല്ല അപ്പനായിട്ട് ജീവിക്കുക, നല്ല അപ്പനായിട്ട്. മദ്യപാനം പരിപൂർണ്ണ ഉപേക്ഷിച്ചു. ആ ജീവിത പങ്കാളി ജോലിക്ക് വിടുന്നില്ല, അമ്മയെ പൊന്നു പോലെ നോക്കുന്നു, കൊച്ചിനെ പൊന്നു പോലെ നോക്കുന്നു. ആ കുടുംബം മുഴുവൻ വിശദീകരിക്കപ്പെട്ടു.